ഈ കാന്താരി ചെടിയുടെ വലിപ്പം കണ്ടോ? എൻ്റെ വീട്ടിലെ കാന്താരി ചെടിയാണിത്. 6 അടിയോളം ഹൈറ്റ് ഉണ്ട്. എന്നെക്കാളും ഉയരമുണ്ട്. എൻ്റെ കാന്താരി ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ഇത് നിൽക്കുന്നത് മാംഗ്ലൂരിലാണ്, എൻ്റെ വീട്ടിലാണ്. കാന്താരി ഒരുപാടുണ്ട്. കാന്താരി ഇപ്പോൾ പറിക്കാൻ എത്താത്ത അവസ്ഥയിലുണ്ട്. ഇതുപോലെ വണ്ണം വെക്കുന്ന കാന്താരി ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യുക. നല്ല കാന്താരി. ഇത് നോർമലായിട്ടുള്ള കാന്താരി ഇതാ ഇവിടെ ഉണ്ട്, ചെറുത്. ഇത്ര ഹൈറ്റ് സാധാരണ ഉണ്ടാകുന്നത്. ഇത്രയും ഉയരത്തിലേക്ക് പോയിട്ട് നന്നായിട്ട് കാന്താരി ഉണ്ട്. ആഴ്ചക്കെന്നല്ല, ഡെയിലി ഒരു 10-20 കാന്താരി ഞാൻ പറിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. നന്നായിട്ട് വലിപ്പം വെക്കുമ്പം നല്ല എരിവുണ്ടാവും. പക്ഷെ ഇത് കുറച്ച് പഴുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ചെറുതായിട്ടിരിക്കുമ്പോൾ തന്നെ പഴുത്തിട്ടുണ്ട്, വിത്തായിട്ടുണ്ട്. നല്ല വലിപ്പം വെക്കുന്ന നല്ല എരിവ്. വലിപ്പം വെക്കുന്നതോടെ അതിൻ്റെ എരി കൂടി വരുന്നുണ്ട്. ഇതാ, ഇത് നല്ല പാകമായിട്ടുള്ളൊരു കാന്താരിയാണ്. കിലോയ്ക്കൊക്കെ നല്ല വിലയുള്ള സാധനമാണ്. ഹെൽത്തിന് നല്ല സംഭവമാണിത് കാന്താരി. അതുപോലെ തന്നെ വേറൊരു കാന്താരി ചെറിയ തൈ വരുന്നുണ്ട് ഇവിടെ. അതും ഇതുപോലെ തന്നെ നന്നായിട്ട് വളരുന്നുണ്ട്, മത്സരിച്ച് വളരുന്നുണ്ട്. രണ്ടും 2 ടൈപ്പ് കാന്താരിയാണ്. ഇത് നല്ല ഗട്ടിയുള്ള പച്ച കളറാണ്. ഇതൊരു ലൈറ്റ് പച്ച. ഈ കാന്താരി, ഇതും കാന്താരി ഉണ്ട്. ഇപ്പം തൈര് കൂട്ടി പൊട്ടിച്ച് തിന്നാം, നല്ല ടേസ്റ്റാണ്. അറിയാലോ, ഇതൊക്കെ പിടിച്ച് കിട്ടാൻ നല്ല പാടാണ്. പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്, ഹെൽത്തിന് നല്ലത്. വാങ്ങാൻ നോക്കിയാൽ പോലും കിട്ടില്ല ഈ കാന്താരി. നോക്കിയാട്ടെ, കാന്താരിയുടെ വലിപ്പം നല്ല വലിപ്പമുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലെ കരിമ്പ് കാണണമെങ്കിൽ, നന്നായിട്ട് ഞാൻ തന്നെ നട്ടിട്ടുള്ള കരിമ്പാണ്. നല്ലപോലെ വന്നിട്ടുണ്ട്. ഇവിടെ മണ്ണിട്ട് കല്ലാണ് അടിയിൽ, പാറ പോലത്തെ കല്ല്. എന്നിട്ടും കരിമ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്നേക്കാൾ 6 അടി 8 അടിയോളം 10 അടി ഹൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ കപ്പ, ഇതൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് വേണോ ഇതൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. തുളസി, ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ്, കൃഷി. ഇതിപ്പോൾ കപ്പ നട്ടിട്ടിപ്പോൾ ഒരു 5 മാസം ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ പൂവായിട്ടുണ്ട്. കപ്പൊക്കെ പൂ കണ്ടിട്ടുണ്ടോ ആൾക്കാർ? കപ്പയുടെ പൂവായിട്ടുണ്ട്. ചെറുതാണ്, പക്ഷേ വേഗം തന്നെ പൂവായിട്ടുണ്ട്. എൻ്റെ അടിയിൽ എങ്ങോട്ട് എത്രയുണ്ടെന്ന് അറിയില്ല. വെണ്ടയ്ക്ക ഇഷ്ടംപോലെ നട്ടിട്ടുണ്ട്, ആയിട്ടുണ്ട്. ഇപ്പോൾ വെണ്ടയ്ക്ക പറിച്ച് കഴിഞ്ഞു. ഇതെല്ലാം വെയിൽ ജാസ്തിയായിട്ട് ഉണങ്ങി. എന്നേക്കാളും ഉയരത്തിലുണ്ടായിരുന്ന വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, ഇതൊക്കെ വെട്ടിക്കളഞ്ഞ്. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പം കാണാം. ബായ്. എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.